നമുക്കിപ്പോൾ നവാസ് തുടരുന്നുണ്ട്. നവാസ്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? രാജ്യത്തുള്ള നിയമങ്ങളെക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടുള്ള പോലീസിന്റെ അഴിഞ്ഞാട്ടമാണോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? കാരണം ഒരു ലൈംഗിക പീഡന പരാതി DGPക്കും മുഖ്യമന്ത്രിക്കും മാത്രം കൊടുക്കുകയല്ല, അവരത് രേഖാമൂലം തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി സമർപ്പിച്ചു കഴിഞ്ഞാൽ ലളിത് കുമാരി കേസിൽ 2013 ശേഷം രാജ്യത്ത് നിലവിലിരിക്കുന്ന നിയമമനുസരിച്ചൊരു FIR ഇടണം. FIR ഇട്ടതിനു ശേഷം ഈ പരാതി വ്യാജമാണോ, പരാതി യഥാർത്ഥമാണോ എന്ന് അന്വേഷിക്കണം. ആ അന്വേഷിച്ചതിന് ശേഷമാണ് ഈ കുറ്റാരോപിതരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത്. ഫസ്റ്റ് രജിസ്റ്റർ ദെൻ ഇൻവെസ്റ്റിഗേറ്റ്. അതാണ് ഈ രാജ്യത്തിൻ്റെ ചട്ടം, അതാണ് ഈ രാജ്യത്തിൻ്റെ നിയമം. ആ നിയമം നിലവിലിരിക്കെ പ്രാഥമികമായ അന്വേഷണം നടത്താൻ ചട്ടവിരുദ്ധമായി തീരുമാനിക്കുക, ഹൈക്കോടതിയിൽ സ്വകാര്യ ന്യായം ഫയൽ ചെയ്ത് നാളെ ഈ കേസ് വിശദമായി പരിശോധിക്കാൻ കോടതി ഇരിക്കുന്ന പശ്ചാത്തലത്തിൽ അവരുടെ വീട്ടിലേക്ക് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുന്ന രീതിയിൽ പോലീസ് യൂണിഫോം ധരിച്ച് ഔദ്യോഗിക വാഹനത്തിലെത്തി അവരുടെ വീട്ടിലേക്ക് കയറുക. ഈ രാത്രിയിൽ 6 മണിക്ക് ശേഷം ഇത്തരം മൊഴികളെടുക്കാൻ കഴിയില്ല എന്ന നിയമമുള്ള ഒരു നാട്ടിൽ, ചട്ടമുള്ള ഈ നാട്ടിൽ, കോടതി വിധികളുള്ള ഈ നാട്ടിൽ എന്താണ് പൊന്നാനി പോലീസിന് മാത്രമേ അധികാരം? എവിടെ നിന്ന് കിട്ടി? കുറ്റാരോപിതർ പോലീസുകാരാകുമ്പോൾ ഒരെല്ലു കൂടുതലാകുന്നുണ്ടോ നമ്മുടെ പോലീസിന്? എന്താണ് സംഭവിക്കുന്നത് PK നവാസ്? അരുൺകുമാർ, കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, സ്ഥലകാലബോധം നഷ്ടപ്പെട്ടു പോയ ഒരു പോലീസിംഗ് സംവിധാനമാണ് കേരളത്തിലും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നടക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടതാണ്. നിങ്ങളുടെ ചോദ്യത്തിന് 3 വാക്കുകൾ മാത്രം ഞാൻ മറുപടി പറയാം. അത് PV അൻവർ പറഞ്ഞ വാക്കുകളാണ്. ഞാനൊന്ന് അടിവരയിടുകയാണ്. ഒന്ന്, ഉത്തരേന്ത്യൻ പോലീസിംഗ് സിസ്റ്റം കേരളത്തിൽ നടക്കുന്നു, ഞങ്ങൾ അടിവരയിടുകയാണ്. മറ്റൊന്ന്, പോലീസ് ചെയ്യുന്നത് തെമ്മാടിത്തരമാണ്, ഞങ്ങൾ അടിവരയിടുകയാണ്. മറ്റൊന്ന്, ADGPയുടെ ഗുണ്ടകളാണ് ഈ പോലീസിങ്ങിനകത്തുള്ളത്, ഞങ്ങൾ അടിവരയിടുകയാണ്. നാലാമത് ഒന്നുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്, ഈ പോലീസൊക്കെ ഇതിൻ്റെയൊക്കെ ആഭ്യന്തര വകുപ്പ് അത് പിണറായി വിജയനാണ് എന്നുകൂടി അൻവറിന് ഉൾപ്പെടെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മറ്റൊന്ന്, നേരത്തെ ശ്രീ അരുൺകുമാർ ശങ്കുട്ടിദാസ് ഇവിടെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് വല്ലാത്ത രസകരമായി തോന്നി. അദ്ദേഹം പറഞ്ഞത് 2022 നടന്ന കൂടിക്കാഴ്ചയല്ലേ ADGPയുടെ കൂടിക്കാഴ്ച. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു തൃശ്ശൂരിൽ തോറ്റതിൻ്റെ കാരണം അത് കണക്ക് സഹിതം നിങ്ങൾ പരിശോധിക്ക്, BJPയുടെ വോട്ട്, CPMൻ്റെ വോട്ടല്ല കുറഞ്ഞത്, കോൺഗ്രസിൻ്റെ വോട്ടാണ്. ഈ 2 കാര്യം നമ്മൾ മുമ്പൊരിക്കൽ കേട്ടിരുന്നു. ഒന്ന്, MV ഗോവിന്ദ മാഷ് പത്രസമ്മേളനം നടത്തുമ്പോൾ ഈ കണക്കൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിരുന്നു. രണ്ടാമതൊന്ന്, A വിജയരാഘവൻ നിങ്ങൾക്ക് അഭിമുഖം നൽകുന്ന സമയത്ത്, നിങ്ങളെ പത്രക്കാരെ കണ്ട സമയത്ത് പറഞ്ഞു, ഇത് 1 വർഷം പഴക്കമുള്ള കേസല്ലേ, കാഴ്ചയല്ലേ, ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയൊന്നല്ലോ. പണ്ടൊരു മലയാള സിനിമയിൽ നമ്മളെ തിലകൻ ചേട്ടനും ശ്രീനിവാസൻ ചേട്ടനും കൂടി സൈക്കിളിൽ കൊപ്രത്തോട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് പറയുന്നുണ്ട്, നമ്മുടെ 2 പേരുടെയും സ്വരം ഒരുപോലെയാണല്ലോ എന്ന് പറഞ്ഞ പോലെ ഇവരുടെ 2 പേരുടെയും സ്വരം ഒരുപോലെയാണ് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല അരുൺകുമാർ, ഞാൻ വളരെ ഗൗരവത്തോടെ കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായി ഈ ചർച്ചകൾ നടത്തുന്നു, പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ വളരെ മുന്നിൽ നിന്നുകൊണ്ട് ഈ ചർച്ച നയിക്കുന്നുണ്ട്. അരുൺകുമാർ, ഓരോ ദിവസവും പുതിയ വാർത്തകൾ അവതാരകൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങളുടെ മാധ്യമ വൈഭവം വെച്ച് വളരെ മനോഹരമായി അത് അവതരിപ്പിക്കുന്നു. കുറേ ഡിസ്കഷന് കുറേ ആളുകൾ വന്നിരിക്കുന്നു, അവരുടെ ഭാഗങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ പരിശോധിക്കുക, ഇത് നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു ഭാഗമില്ലേ? PV അൻവർ എന്ന് പറയുന്ന ഒരു നായകൻ പെട്ടെന്ന് കേരളത്തിൽ വരുന്നു, അയാൾ എന്തൊക്കെയോ പറയുന്നു, അയാൾ ഒരു നായക പരിവേഷം വഹിക്കുന്നു. ഇപ്പുറത്തൊരാളുണ്ടല്ലോ ഇതൊക്കെ കേട്ട് നിൽക്കുന്ന ഒരാൾ, അത് കേരളത്തിന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണല്ലോ. നിങ്ങൾ നോക്ക്, ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ടല്ലേ ഈ വാർത്തകൾ മുഴുവൻ പുറത്തു വന്നത്. ഓരോ ഘട്ടവും നിങ്ങൾ എടുക്കുക, ഒരു സാധാരണക്കാരൻ, സാധാരണ പൗരൻ കേരളത്തിൻ്റെ ഈ പോലീസ് സിസ്റ്റത്തെ എങ്ങനെയാണ് കാണേണ്ടത്? ഞാൻ സാധാരണ ഒരു പൗരനാണ്, ഒരു അധികാര പദവി ഇല്ലാത്തവനാണ്. PV അൻവറിന് ഒരു MLA എന്ന 3 അക്ഷരമുണ്ടല്ലോ. ഈ അൻവർ പറഞ്ഞ വിഷയത്തിലൊക്കെ പരാതി കൊടുത്ത ഒരാളാണ് ഞാൻ. 1 വർഷം മുൻപ് ആ പരാതി ഒരിക്കൽ പോലും പരിഗണിച്ചിട്ടില്ല ഈ പോലീസ്. മാത്രമല്ല SP സുജിത് ദാസ് MLA വിളിച്ച സമയത്ത് പറഞ്ഞൊരു വാചകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു SI പരാതി കൊടുത്തിട്ടുണ്ട്, അതെനിക്ക് പ്രശ്നമല്ല. മലപ്പുറത്തെ MLAമാർ, ഭരണപക്ഷ MLAമാരൊക്കെ അതും എനിക്ക് പ്രശ്നമല്ല. പക്ഷെ അങ്ങൊരു പ്രതിപക്ഷ MLAമാർ എനിക്ക് പ്രശ്നമല്ല. അങ്ങൊരു ഭരണപക്ഷ MLA അല്ലേ, അങ്ങയുടെ മുൻഗണന വെച്ച് ഈ കേസിൽ അപകടം സംഭവിക്കും, അതുകൊണ്ട് സാർ ആ കേസ് പിൻവലിക്കണം, ഞാൻ നിങ്ങളുടെ അടിമയാകാം അടുത്ത 25 വർഷം എന്നല്ലേ സുജിദാസ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഒരു പോലീസുകാരന്, ഒരു SIക്ക് പോലും നീതി ലഭിക്കാത്ത ഒരു ഭരണ സംവിധാനമായി, ഒരു സിസ്റ്റമായി വിവരമാണ്. അതിനു മുൻപ്